നമ്മൾ കാത്തിരിക്കുന്നത് 174ാമത്തെ സെക്കൻഡിൽ PLFന്റെ സെപ്പറേഷനാണ്. അതായത് ആ മുൻഭാഗത്ത് കാണുന്ന ഒരു കവാടമുണ്ടല്ലോ, ഉപഗ്രഹം ഇതിനകത്ത് വഹിച്ചിരിക്കുന്ന അതിന്റെ പേലോഡ് കമ്പാർട്ട്മെന്റ് അത് അടർന്നു മാറും. യെസ്, നമുക്ക് ദൃശ്യങ്ങളിൽ അത് അടർന്നു മാറി എന്ന് തന്നെ നമുക്കത് കാണാം. അത് ആ പേലോഡ് കമ്പാർട്ട്മെന്റ് അടർന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു 174ാമത്തെ സെക്കൻഡിൽ 115 കിലോമീറ്റർ ഉയരത്തിലെത്തി നിൽക്കുമ്പോൾ എന്നുള്ളതാണ്. ഇപ്പോൾ 175 സെക്കൻഡിൽ വളരെ കൃത്യമായി തന്നെ അതിന്റെ പേലോഡ് കമ്പാർട്ട്മെന്റ് വഹിച്ചുള്ള മുൻഭാഗം, അതിന്റെ ഹീറ്റ് കവാടം ഉണ്ടല്ലോ, ഹീറ്റ് താപ കവച സംവിധാനം, അതിന്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അന്തരീക്ഷത്തിൽ, ബഹിരാകാശത്തിൽ, അനന്തവിഹായസിൽ ബ്ലൂ-ബേർഡ് ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നുണ്ടാകും. ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് കുതിക്കുക, 520 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൃത്യമായുള്ളത്. ഇനിയിപ്പോൾ ഇതിന്റെ L110 ഒരു സെപ്പറേഷൻ നടക്കാനുണ്ട്. അത് 301ാമത്തെ സെക്കൻഡിലാണ്. 5 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ കോർ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ അതിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് 301ാമത്തെ സെക്കൻഡിലാണ്. അതുവരെ ഇനി യാത്ര തുടരുക എന്നുള്ളതാണ്. ഒരു 2 മിനിറ്റ് കൂടി യാത്ര തുടർന്ന് കഴിഞ്ഞാൽ നേരെ second stage L110 is continuing its operation. യെസ്, രണ്ടാമത്തെ നമ്മളിപ്പോൾ ആ റെഡ് മാർക്കിൽ കാണുന്നുണ്ടല്ലോ, ആ റെഡ് മാർക്കിൽ ഇപ്പോൾ സ്പോട്ട് ചെയ്ത് കാണുന്ന ഭാഗം, അതുവരെ രണ്ടാമത്തെ എഞ്ചിൻ കൊണ്ടുപോകുക, അത് പ്രധാനപ്പെട്ട കോർ എഞ്ചിൻ കൊണ്ടുപോകുകയാണ്. L110 എന്ന് പറയുന്ന ഭാഗം കൊണ്ടുപോകുക. ദ്രവീകൃത ഇന്ധനം ഉപയോഗിച്ചുള്ള ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന L110 എന്ന് പറയുന്ന ആ കോർ ഭാഗം, അതിന്റെ എഞ്ചിന്റെ ദൗത്യം അവിടേക്ക് സാമാന്യ നിഷ്പാദൻ करता हुआ യെസ് രണ്ടാമത്തെ അതിന്റെ ദൗത്യത്തിലേക്ക് എത്തുകയാണ്. तृतीय चरण यानी क्रायो स्टेज चरण को अनुमोदित कर दिया गया है. Shar and Woodbury ground stations continue to acquire data. L110 stage separated. Cryo stage ignition command. Cryo stage ignition confirmed. യെസ്, അത് ഇപ്പോൾ L110 അതിന്റെ ദൗത്യം പൂർത്തിയാക്കി. C25ന്റെ ഇഗ്നിഷൻ, C25 എന്ന് പറയുന്നത് ക്രയോജനിക് എഞ്ചിൻ, അതിന്റെ ജ്വലനം നടന്നിരിക്കുന്നു. 304 സെക്കൻഡ് 36 സെക്കൻഡിൽ 304.36 സെക്കൻഡിൽ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ലാസ്റ്റ് സ്റ്റേജ്, അതായത് 3ാമത്തെ സ്റ്റേജും അതിന്റെ ജ്വലനം നടന്നിരിക്കുന്നു. ആദ്യ 2 സ്റ്റേജുകളും വളരെ കൃത്യമായി തന്നെ അതിന്റെ ദൗത്യം പൂർത്തിയാക്കുകയും ക്രയോജനിക് എഞ്ചിൻ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുക എന്നുള്ളത് ഏറെക്കാലം പ്രയാസപ്പെട്ട് ആ ദൗത്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം, സാങ്കേതിക സംവിധാനം സ്വായത്തമാക്കാൻ ഇന്ത്യ വർഷങ്ങളോളം കാത്തിരുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ വിക്ഷേപണ വാഹനങ്ങളിൽ, ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളിൽ അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക്, അതായത് ഈ ഉപഗ്രഹങ്ങളെ വിന്യസിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സ്റ്റേജിൽ റോക്കറ്റുകളിൽ ക്രയോജനിക് എഞ്ചിനാണ് വളരെ കൃത്യതയോടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ C25 എന്ന് പറയുന്ന ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള എഞ്ചിൻ LVM Mark 3 ഇപ്പോൾ ചെറിയൊരു പോർഷൻ മാത്രമാകും, അതായത് ഈ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ഉപഗ്രഹം ഉണ്ടാകും, ഒപ്പം തന്നെ ആ ക്രയോജനിക് എഞ്ചിനും മാത്രമായിരിക്കും. അതുവരെ ബൂസ്റ്റ് 2 വശത്തുണ്ടായിരുന്ന റോക്കറ്റ് അതിന്റെ ദൗത്യം പൂർത്തിയാക്കി, അത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ കോർ ഭാഗം അത് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പേലോഡ് കമ്പാർട്ട്മെന്റിന്റെ ആ ഭാഗം, ഹീറ്റ് കവാടം, അത് തുറന്നിട്ടുണ്ട്. L110 സെപ്പറേഷൻ പൂർത്തിയായിട്ടുണ്ട്. C25ന്റെ ജ്വലനം നടന്നിട്ടുണ്ട്. ഇപ്പോൾ C25 മുന്നോട്ട് പോവുകയാണ്. ഇനി അത് ഷട്ട് ഓഫ് ആകാനുണ്ട്. അത് കുറച്ച് കഴിയും. അതൊരു 942 സെക്കൻഡ് വരെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തുള്ളത്. ഏതാണ്ട് 15 മിനിറ്റ് സമയമാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാനാകുന്നത്. ഇപ്പോൾ ഇനിയുള്ള ഒരു 10 മിനിറ്റ് സമയം എന്ന് പറയുന്നത് യാത്ര തന്നെയാണ്. നമുക്കറിയാം, 2014 ഡിസംബർ 18 LVM Mark 3 ആദ്യ വിക്ഷേപണം നടക്കുന്നത്. അത് ക്രൂ മൊഡ്യൂൾ അറ്റ്മോസ്ഫിയറിക് റീ എൻട്രി എക്സ്പെരിമെന്റ്, അത് ഗഗൻയാനിന്റെ ഒരു ടെസ്റ്റ് ആണ് 2014 നടന്നത്. 2017 D1 എന്ന് പറയുന്ന LVM Mark 3 ഉപയോഗിച്ചുള്ള മറ്റൊരു GSAT-90 ഒരു വിക്ഷേപണം നടന്നിരുന്നു. M1 ശ്രേണിയിൽപ്പെട്ടിരിക്കുന്ന ആദ്യ ദൗത്യം 2019 ജൂലൈയിലാണ്. അത് ചന്ദ്രയാൻ 2 നമ്മൾ ചന്ദ്രയാൻ 2 ബഹിരാകാശത്ത് എത്തിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് LVM ആയിരുന്നു. അതുപോലെ തന്നെ 2022 ഒക്ടോബറിൽ വൺവെബ് ഇന്ത്യ അതിനുവേണ്ടി 36 ഉപഗ്രഹങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഒറ്റയടിക്ക് ബഹിരാകാശത്ത് എത്തിച്ച ഒരു ചരിത്രം, ഒരു ശക്തി, ഒരു കരുത്ത്
അത് നമ്മുടെ LVM Mark 3 ഉണ്ടായിരുന്നു.